everyone, ഞാൻ ചിന്മയി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ബിക്കോസ് ഇന്ന് മിത്തുന്റെ ബർത്ത്ഡേ ആണ്. അത് കാരണം ഇന്ന് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. സോ വി ആർ ഇതുണ്ടോ സോ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ്. ബിക്കോസ് ഇന്ന് മിത്തുന്റെ ബർത്ത്ഡേ ആണ്. ആൻഡ് വിൽ ബി ഹാവിങ് സം ആക്ടിവിറ്റീസ്, വിൽ ഗോ ഔട്ട്, എൻജോയ്. സോ ഞാൻ വിചാരിച്ചു അത് നമ്മൾ എന്തായാലും ഡോക്യുമെന്റ് ചെയ്യുക. സോ ദാറ്റ് ആഫ്റ്റർ മെനി ഇയേഴ്സ് അത് തിരിച്ചു നോക്കുമ്പോൾ വിൽ ഫീൽ വെരി ഗുഡ്. സോ അതുകൊണ്ടാണ് ഐ തോട്ട് ഐ വിൽ ഡോക്യുമെന്റ് ദിസ്. സോ ഇന്ന് നമ്മൾ രാവിലെ തന്നെ എണീച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഉപ്മാവ്, പഴം, സൂപ്പർ ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പം അതൊക്കെ കഴിച്ചു. ഞാനൊരു കേക്ക് ഉണ്ടാക്കി. അത് മിൽക്ക് കേക്കാണ്. ആലിയ ഭട്ട് സജസ്റ്റ് ചെയ്ത ലെറ്റോ എൻ്റെ കേക്കില്ല, അത് ആക്ച്വലി ഒരു മിൽക്ക് കേക്കാണല്ലോ. അപ്പം അതുണ്ടാക്കി. ആൻഡ് വിൽ ബി കട്ടിങ് ദ കേക്ക്. എന്താ വെച്ചാൽ എനിക്കും മിഥുനും വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വി വോണ്ട് ടു ടേസ്റ്റ് ഇറ്റ്. സോ വിൽ ബി കട്ടിങ് ദ കേക്ക് നൗ, ഉച്ച സമയത്ത്. സോ നമ്മൾ ഫാമിലിയിലെ എല്ലാവരെയും ഒന്ന് വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഗോണ ഡു നൗ. അതിൻ്റെ മുമ്പ് ദാ ബർത്ത്ഡേ ബോയിനെ കണ്ടോളൂ. ബർത്ത്ഡേ ബോയ് ഭയങ്കര ബിസിയാണ്. ഹലോ മിത്തു. പസിൽ സോൾവ് ചെയ്യാണ്. പക്ഷെ എന്നാലും ലാസ്റ്റ് ടൈമും മിത്തു ഒരു 500 പീസിന്റെ പസില് ചെയ്തിരുന്നു. ഇതും 500 ആണ്. എനിക്ക് പക്ഷെ സീരിയസ്ലി തീരെ പേഷ്യൻസ് ഇല്ല പസിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ബട്ട് മിത്തു റിയലി എൻജോയ്സ് ഇറ്റ്. സോ മിത്തുന്റെ ബർത്ത്ഡേന്റെ അന്ന് ലെറ്റ് ഹിം ഡു വാട്ട് ഹി ഈസ് എൻജോയിങ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ട്രെസ്ലെഷ്യസ് കേക്ക്. ഇതിനെ ട്രഡീഷണലി സ്ട്രോബെറി ആൻഡ് ബ്ലൂബെറി കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യുക. സോ ഐ കെപ്റ്റ് ഇറ്റ് ദാറ്റ് വേ. അങ്ങനെ നാട്ടിലേക്ക് വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാണ്. ഈ കേക്കിനെ സെർവ് ചെയ്യുമ്പോൾ ഒരു മിൽക്ക് മിക്സ്ചർ അതിന്റെ മേലെ ഒഴിച്ചിട്ടാണ് സെർവ് ചെയ്യുക, കുറച്ചുകൂടി അതിനെ ജ്യൂസി ആക്കി വെക്കേണ്ടിട്ട്. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ആൻഡ് ഇതാണ് നമ്മളെ കേക്ക്. നമ്മൾ ഓൾറെഡി ടേസ്റ്റ് ചെയ്തു. ബട്ട് ഐ വോണ്ട് ടു ഗെറ്റ് ദ റിയാക്ഷൻ ഫ്രം മിത്തു ഓൺ ക്യാമറ. സെക്കൻഡ് ടേക്ക് റിയാക്ഷൻ ഫ്രം മിത്തു. സോ the spoon. You want to taste? ഇല്ല, മിത്തുന്റെ റിയാക്ഷൻ എടുക്ക. ഇത്രയും melting. സത്യം Flowing. ഇനി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് നമുക്ക് വൈകുന്നേരം വെറുതെ ഒന്ന് പുറത്ത് പോവാം. ഒരു ആക്ടിവിറ്റി ഉണ്ട്, അതിനു വേണ്ടിട്ട് പോവാം. സോ അത് എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് ക്യാമറ ആൻഡ് മിത്തു, യു ബോത്ത് വിൽ നോട്ട് ടുഗെദർ. ഓക്കെ. അങ്ങനെ ഞങ്ങളിതാ റെഡിയായി. കുറേ നേരമായിട്ട് ഒരാൾ എന്നോട് ചൊറിഞ്ഞോണ്ട് നിൽക്കുകയാണ്, എവിടെയാ പോകുന്നത്, ഓരോരോ സ്ഥലം ഗസ് ചെയ്തോണ്ട് നിൽക്കുകയാണ്. ബട്ട് നമ്മൾ ലണ്ടനിലാണ് പോകുന്നത്. ഇത്രയും നേരമായിട്ട് സസ്പെൻസ് പിടിച്ചു നിൽക്കുന്നതിൽ എന്താ തോന്നുന്നത്? എല്ലാ 5 മിനിറ്റിൽ എവിടെയാ പോകുന്നത് ചോദിച്ചിട്ട് എന്തായാലും കുറച്ചു നേരം സസ്പെൻസ് വെച്ചിരിക്കുന്നത് ഞാനും നല്ലോണം എൻജോയ് ചെയ്തു. ലണ്ടനിലൊന്നും അല്ല കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടെ ബ്രൈറ്റനിൽ തന്നെയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇത് ഇവിടുത്തെ പബ്ലിക് ഗാർഡൻ ആണ്, കമ്മ്യൂണിറ്റി ഗാർഡൻ ആണ്. അവിടെ ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് അവർക്ക് എന്താണോ ഗാർഡൻ വേണ്ട അത് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. നല്ല ഭംഗിയുണ്ട്. ആള് ലൊക്കേഷൻ തേടുക. മാപ്പ് നോക്ക് കറക്റ്റ് ആണോ. അങ്ങനെ ഒരു 5 മിനിറ്റ് നടന്നപ്പോൾ നമ്മൾ സർപ്രൈസ് ലൊക്കേഷൻ എത്തി. ഇത് ഇവിടുത്തെ ഒരു ടീ റൂമാണ്, വിച്ച് മീൻസ് ദിസ് പ്ലേസ് സ്പെഷ്യലി ദെയർ ഫോർ ഇംഗ്ലീഷ് ആഫ്റ്റർനൂൺ ടീ. ഇത് 1800s ഇവിടുത്തെ ഒരു റാണി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ. ഈ റാണിക്ക് ഉച്ചഭക്ഷണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വിശക്കാൻ തുടങ്ങായിരുന്നു. ആൻഡ് അവരുടെ നെക്സ്റ്റ് മീൽ രാത്രി ഡിന്നർ സമയത്തായിരുന്നു. സോ അവരുടെ മെയ്ഡ്സിനോട് പറഞ്ഞു, എനിക്ക് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് കേക്ക്സും സാൻഡ്വിച്ചസും ടീയും ഒക്കെ കൊണ്ടുവന്നിട്ട് റൂമിൽ വെക്കാൻ. ആൻഡ് അവര് അത് കഴിച്ചോളല്ലോ. അങ്ങനെ അവർക്ക് ഈ സംഭവം ഇഷ്ടമായതോടൊക്കെ അവര് ഫ്രണ്ട്സിനെയും വിളിച്ച് അവരുടെ ഗാർഡനിൽ ആഫ്റ്റർനൂൺ ടീസ് എല്ലാം ഹോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ UK മൊത്തം ഇതൊരു ട്രഡീഷൻ അല്ലെങ്കിൽ ഒരു കൾച്ചറായി മാറി.
സ്പെഷ്യൽ ടീ. മിത്തുവിൻ്റെത് മിസ്റ്റിക് ടീ ആണ്. സ്മെല്ലൊക്കെ ഒരു സുലൈമാനി പ്ലസ് കഷായം മിക്സ്. ഓക്കെ ഓക്കെ. എൻ്റെ കയ്യിൽ എന്തോ പൂവ് അങ്ങനത്തെ സംഭവം ഉണ്ട്, എന്തൊക്കെയുണ്ട്. ആൻഡ് ഇതാണ് ടൈമർ. ഇതിലിതാ 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ചായ കുടിക്കാൻ പാടുള്ളൂ. ആൻഡ് മിത്തുവിനോട് പറഞ്ഞത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ചായ കുടിക്കാൻ പാടുള്ളൂ എന്നാണ്. അതിനൊരു ബ്രൂയിങ് സമയം കൊടുക്കാനായിട്ടാണ് അത്. മെനു എല്ലാം നോക്കി ആൻഡ് മെനുവിൽ സെലക്ട് ചെയ്ത സാധനങ്ങൾ ഓണറോട് പറയണമെങ്കിൽ നമ്മൾ ഈ ബെല്ലിനെ യൂസ് ചെയ്യണം, എന്നാലാണ് നമുക്ക് അവരെ വിളിക്കാൻ പറ്റുക. വളരെ ഒരു വിൻറ്റേജ് വൈബായിരുന്നു. കട്ട്ലറി, മ്യൂസിക്, ഡെക്കറേഷൻ എല്ലാം വേറെ ഒരു വൈബ് തന്നെയായിരുന്നു. വളരെയധികം എസ്തെറ്റിക് ആയിരുന്നു. ദിസ് ഈസ് എ വെരി ക്യൂട്ട് പ്ലേസ്. ഐ വിൽ 100% സജസ്റ്റ് ഇറ്റ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ dear Mittu. Happy birthday to you. Yay, thank you so much. അവരാണ് ഈ ഷോപ്പിന്റെ ഓണർ. ആൻഡ് ഇതാണ് നമ്മളുടെ ആഫ്റ്റർനൂൺ ടീ ഡിസ്പ്ലേ. ദിസ് ഇസ് സോ ക്യൂട്ട്. ഏറ്റവും അടിയിൽ വി ഹാവ് സാൽമൺ സാൻഡ്വിച്ച്, മിഡിലിൽ സ്കോൺസ് ആൻഡ് ഹോട്ട് ക്രോസ് ബൺസ് ആൻഡ് മേലെ കേക്ക്സ് ആൻഡ് സ്വീറ്റ്സ് ആണ്. ഇതാണ് സ്കോൺ. ദിസ് ഇസ് വെരി സ്പെസിഫിക് ടു ഇംഗ്ലണ്ട്. ഇതിനെ പൊട്ടിച്ച് അതിൽ കുറച്ച് ബട്ടറും കുറച്ച് ജാമും ഇട്ടിട്ടാണ് കഴിക്കുന്നത്. അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അങ്ങനെ വി ഗോട്ട് ഡൺ വിത്ത് ദി ആഫ്റ്റർനൂൺ ടീ. ഇറ്റ് വാസ് എ വെരി ക്യൂട്ട് ആൻഡ് മാജിക്കൽ എക്സ്പീരിയൻസ്. വേറെ ഏതോ ഒരു സമയത്തേക്ക് പോയി വന്നതുപോലെ ഉണ്ടായിരുന്നു ഇൻ ദ ടീ റൂം. ഞാൻ ടീ റൂമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ ഒരു സമ്മർ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അത് വെറുതെ ഒന്ന് നോക്കി വന്നു. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും കണ്ടില്ല. സോ വി ഡിസൈഡഡ് ടു do something else. അങ്ങനെ നമ്മളുടെ ആഫ്റ്റർനൂൺ ടീ കഴിഞ്ഞു. ഇറ്റ് വാസ് ഗുഡ്. നല്ല ഹെവി ആയിരുന്നു. നമ്മൾ പാർസൽ എടുത്തു. എല്ലാം കുറച്ച് ഒത്തന്റിക് ആയിരുന്നു. അങ്ങനെ കോമൺ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നുമില്ല. അവരുടെ ഹോം മെയ്ഡ് ഐറ്റംസ് അവിടെ, ഫോർ എക്സാമ്പിൾ ടീ ആയിക്കോട്ടെ, സ്വീറ്റ് കപ്പ് കേക്ക്സ് ആയിക്കോട്ടെ, എല്ലാം ഹോം മെയ്ഡ് ആണ്. നല്ലൊരു സണ്ണി ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ആൻഡ് ബ്രൈറ്റൺ ഒരു സമ്മർ ഹോളിഡേ ഡെസ്റ്റിനേഷൻ കൂടിയാണ്. സോ എല്ലാവരും സമ്മർ ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നെത്തും. നല്ല തിരക്കായിരിക്കും. ഇതാണ് ബ്രൈറ്റൺ പാലസ് പിയർ. ഇവിടുത്തെ കടൽപ്പാലമാണിത് ബേസിക്കലി. അകത്ത് കുറെ ഗെയിംസ് ഉണ്ട്. ആൻഡ് ഏറ്റവും എൻഡിൽ കടലിന്റെ തൊട്ട് മേലെ ഇങ്ങനെ ഒരു ഫീൽ ആവുന്ന പോലെ അവിടെ കുറെ അഡ്വെഞ്ചറസ് റൈഡ്സും ഉണ്ട്. ഞാൻ മുമ്പുള്ള ചില വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വി ഡിസൈഡഡ് ടു ഗോ സിറ്റ് ബൈ ദ ബീച്ച്. നല്ല വൈബായിരുന്നു. ഇന്ന് ഈ കൊല്ലത്തെ ഫസ്റ്റ് ഹോട്ട് ഡേ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഓക്കെ, ഇന്ന് ബർത്ത്ഡേ ആണ്. സോ ഐ വിൽ ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. ആൻഡ് ദാറ്റ് വിൽ ബി കി വാട്ട് ഈസ് ദാറ്റ് വൺ ലെസൺ ദാറ്റ് യു ഹാവ് ലേൺഡ് in the last year which you want to share with the audience? Last 1 year, I learned more about eating healthy compared to past years and all. ഇപ്പോൾ ഞാൻ കഴിക്കുന്ന ഐറ്റംസ് ഒക്കെ ഇപ്പോൾ ഐ ലുക്ക് ഫോർ ദെയർ എക്സ്പയറി ഡേറ്റ്സ് ആൻഡ് ദെയർ ഷുഗർ ലെവൽ. അതൊക്കെ നിങ്ങളും കണ്ട് പഠിച്ചിട്ടേ കഴിക്കാൻ പാടുള്ളൂ. നിങ്ങൾ എല്ലാവരും എന്നെ കണ്ട് പഠിക്കുക, പുറത്തിറങ്ങുക, നടക്കുക, ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യുക, ഹെൽത്തി ഫുഡ് കഴിക്കുക. ദാറ്റ്സ് ഓൾ. Okay, good. Thank you. The next day. ഹലോ, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നലത്തെ വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇന്നലത്തെ വളരെ നല്ലൊരു ദിവസമായിരുന്നു. വി ഗോട്ട് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ടുഗെദർ. ആൻഡ് മിത്തുവും നല്ലോണം എൻജോയ് ചെയ്തു. മിത്തുവിന് നല്ലൊരു സർപ്രൈസ് ആയിരുന്നു ഇന്നലത്തെ ആഫ്റ്റർനൂൺ ടീ. ഇത് UK സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ. സോ വി ഡെഫിനറ്റ്ലി ഹാഡ് ടു ഡു ഇറ്റ്. സോ ഞാൻ വിചാരിച്ചു ദിസ് വുഡ് ഹാവ് ബീൻ എ ഗുഡ് സർപ്രൈസ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബേസൻ ബീട്രൂട്ട് ചീല ആണ്. അതിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ സ്റ്റഫ് ചെയ്തിട്ട് ഉള്ള ഒരു സംഭവമാണ്. അതും ഒരു ഓംലെറ്റും. ആൻഡ് ഇന്ന് ഉച്ചയ്ക്ക് നല്ല നാടൻ
എരിശ്ശേരി ആൻഡ് പയറുപ്പേരി ആണ് ഞാൻ വിചാരിക്കുന്നത്. വെമ്പയറിൻ്റെ ഉപ്പേരി എനിക്ക് വളരെ ഇഷ്ടമാണ്, അത് തേങ്ങ ഇട്ടിട്ടുള്ളത്. സോ അതാണ് ഇന്നത്തെ പ്ലാൻ. ഇന്ന് വൈകുന്നേരം നമ്മൾ 2 ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് മൂവ് ആയിട്ടുണ്ട്. അപ്പം അവരുടെ വീട്ടിൻ്റെ ഒരു ചെറിയൊരു ഹൗസ് വാമിംഗ് പാർട്ടി പോലത്തെ ഒരു സംഭവം ഉണ്ട്. സോ ഡിന്നറിന് വേണ്ടിയിട്ട് അവിടെയാണ് പോകുന്നത്. സോ അതാണ് ഇന്നത്തെ പ്ലാൻ. ഇപ്പോൾ പുറത്ത് നല്ല സണ്ണി ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് നല്ല കോട്ടൺ ക്ലോത്ത്സ് ഒക്കെ ഇട്ട് നടക്കാൻ നല്ല സുഖമുണ്ട്. നമ്മൾ നാട്ടിലെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറാണ്. സോ എന്നാൽ ശരി, ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഇതാണ് ഇന്നത്തെ നാടൻ ലഞ്ച്. അതുകൂടാതെ നല്ല സൂപ്പർ കണ്ണിമാങ്ങ അച്ചാർ, ചെമ്മീൻ അച്ചാർ, കടുക്ക അച്ചാർ എല്ലാം ഉണ്ട്. ഇത് സോണിയ ചേച്ചി, ഞങ്ങളുടെ ഫ്രണ്ട് ചേച്ചി എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് വന്നപ്പം അവർ കൊണ്ടുവന്നതാണ്. സോണിയ ചേച്ചീൻ്റെ അമ്മ ഉണ്ടാക്കിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ഐ ഹവ് ഹാഡ്. വെരി വെരി ടേസ്റ്റി. ഹലോ, അങ്ങനെ ഈവനിങ് ആയി. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഹൗസ് വാമിംഗ് പാർട്ടിക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. സോ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. സോ ഡിന്നർ അവിടെ നിന്നായിരിക്കും നമ്മൾ കഴിക്കുന്നത്, എല്ലാവരും കൂടി ഒരുമിച്ച്. സോ ഇറ്റ് ബി എ ഫൺ നൈറ്റ്. അതുകൊണ്ട് നമ്മളിപ്പം എല്ലാവരും റെഡിയായി, ഞാനും മിത്തും റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. 7 o'clock ആണ് വരാൻ പറഞ്ഞത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 7:15 ആയി. സോ വി ആർ റണ്ണിങ് എ ലിറ്റിൽ ലേറ്റ്. ബട്ട് ബിഫോർ ദാറ്റ് നമ്മളിവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ചെറിയൊരു ഗിഫ്റ്റ് അവർക്ക് വേണ്ടി വാങ്ങുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ. ഇന്നത്തെ വെതർ ഭയങ്കര മൂടി കിടന്നിട്ടുള്ള ഒരു വെതറാണ്. സോ ദാറ്റ്സ് വൈ സണ്ണൊന്നുമില്ല. ഇപ്പോൾ 7 മണിയായിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്ക് തന്നെ ഇരുടായി തുടങ്ങി. പക്ഷേ യൂഷ്വലി ഇവിടെ 9-9:30 വരെ നമുക്ക് സൺലൈറ്റ് ഉള്ളതായിരിക്കും ഇപ്പം. സോ യാ, നമുക്ക് പോവാം. അങ്ങനെ വി ആർ ഓൺ ദ വേ. ഗുഡ്സ് ഹാവ് ബീൻ സെക്യൂർഡ് ആൻഡ് നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോവാണ്. കോള് വന്നു ഓൾറെഡി, നമ്മൾ ലേറ്റാണ്. സോ ലെറ്റ്സ് റൺ. ഇവർ അപ്പാർട്ട്മെൻ്റ് ഉള്ള സ്ഥലം നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല മരങ്ങളും പൂക്കളും എല്ലാം ഉണ്ട്. കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇനിയും കുറേ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ വന്നപ്പം കുറേ ട്യൂലിപ്സും. എന്താ ഉണ്ടാക്കിയേ? Grilled chicken ഓ മൈ ഗാഡ്. and lots of things, yeah. ഓക്കേ. You achu made with achu. Ready? How is our home നല്ല സൂപ്പർ ചിക്കൻ അൽഫാം ആയിരുന്നു. വി ഹാഡ് ലോട്ട്സ് ഓഫ് ഫൺ. ഇവരിവിടെ ഫാരി ലൈറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് കടൽ കാണാൻ പറ്റും കേട്ടോ. ഡേ ടൈമിൽ നല്ല സൂപ്പർ വ്യൂ ആയിരിക്കും. എന്തായാലും നല്ല രസമുള്ള ഒരു ദിവസമായിരുന്നു. Bye guys. Bye guys. Thank you. Bye bye. Good night. Good night. ബൈ. Okay. Bye bye. Bye bye.